ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നത് നമ്മുടെ ഫ്ലിപ്കാർട്ടിൻ്റെ ഓപ്പൺ ബോക്സ് ഡെലിവറിയുടെ സ്കാമിനെ കുറിച്ചാണ്. ഇപ്പോൾ ഇഷ്ടം പോലെ ആൾക്കാർ ഇതിനെ പോലെ പോയി പെടുന്നുണ്ട് ഫ്ലിപ്കാർട്ടിൽ. ഞാൻ ഓൾറെഡി പറയാറുള്ളതാണ് നമ്മുടെ വീഡിയോയിൽ. ഞാൻ തീരെ റെക്കമെൻഡ് ചെയ്യാത്തൊരു സംഭവമാണ് ഫ്ലിപ്കാർട്ട്. പറയുമ്പോൾ അതിലാണ് പ്രൊഡക്ട്സുകളും അതുപോലെ തന്നെ ഓഫറും കാര്യങ്ങളൊക്കെ കൂടുതൽ. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ റീസെൻ്റ്ലി ഞാനൊരു വീഡിയോ കണ്ടായിരുന്നു. ഹിന്ദി അല്ല, ഇംഗ്ലീഷ്. നമ്മുടെ ഇന്ത്യൻ ചാനൽ തന്നെയാണ്, പക്ഷേ ഇംഗ്ലീഷാണ്. പേരെനിക്ക് ഓർമ്മയില്ല, ടെക് പീഡിയോ അങ്ങനെ എന്തോ ആണ്. അവരിപ്പോൾ ഒരു മാക് ബുക്ക് വാങ്ങിച്ചിട്ട് ഇഷ്ടംപോലെ ഇതുപോലെ കുറവുണ്ടായി ഇപ്പോൾ ഇവിടെ. ഇപ്പോൾ ഇത് ആക്ച്വലി ഇവരുടെ മെയിൻ സെല്ലറാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ സെല്ലറിനെ കുറിച്ച് ഞാൻ ആക്ച്വലി ഇതിനെക്കുറിച്ച് നോക്കി. സെല്ലറിനെ കുറിച്ചൊക്കെ ഞാൻ ഗൂഗിളിൽ കണക്ക് ചെയ്തപ്പോൾ ആ സെല്ലറിനെതിരെ ഫുൾ കംപ്ലൈൻ്റ് ആണ്. പറയുമ്പോൾ അത് ഫ്ലിപ്കാർട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ മെയിൻ സെല്ലറാണ്, അവരുടെ 5 സ്റ്റാർ റേറ്റഡ് സെല്ലറാണ്. എന്താ പറയുക, ഫ്ലിപ്കാർട്ട് അഷ്യൂർഡ് ആയിട്ടുള്ള സംഭവങ്ങളാണ്. അപ്പോൾ അങ്ങനത്തെ കുറേ ഉടായ്പമാർ. അത് മാത്രമല്ല, ഇത് നമ്മൾ വാങ്ങിക്കുമ്പോൾ വേറൊരു കുഴപ്പമുണ്ട് ഈ ഓപ്പൺ ബോക്സ് ഇവർക്ക്. ഞാൻ അത് പറഞ്ഞുതരാം. അതൊരു മെയിൻ സംഭവമാണ്. അത് കുറേ പേർക്ക് അറിയണ്ടാവില്ല. അതുപോലെ തന്നെ നമുക്കിതിൽ കുറേ ഇപ്പോൾ ഓഫർ ഹാൻഡ്ലിങ് ഫീസ്, എന്താ പറയുക, പാക്കേജിങ് ഫീസ്, പിന്നെന്താ ഇതുപോലെ തന്നെ ഈ ഓപ്പൺ ബോക്സ് ചെയ്യുമ്പോൾ ഒരു ഫീസ് ഉണ്ട്. എന്തൊരു ഫീസാണ്, ഞാൻ പേര് മറന്നുപോയി. പേര് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്ത് ഫീസാണ്? പ്രൊട്ടക്റ്റ് ഫീസ്. അപ്പോൾ അങ്ങനെ കുറേ സംഭവങ്ങൾ ഒരുമാതിരി വാങ്ങിക്കുന്നുണ്ട്. അതൊന്നും റീഫണ്ടബിൾ എമൗണ്ട് അല്ല. അപ്പോൾ ഇതിൽ നിങ്ങളിപ്പോൾ ഓപ്പൺ ബോക്സ് ഡെലിവറി വാങ്ങിച്ചിട്ട് അത് റിജക്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അവനത് തിരിച്ചു തരില്ല. അവരത് എടുത്തിട്ട് ബാക്കിയുള്ളത് തരുള്ളൂ. 10 രൂപയിൽ 20 രൂപയിൽ അവർക്ക് ഇഷ്ടം പോലെ ഇതുപോലെ കിട്ടുന്നുണ്ട്. ഇതിൻ്റെ ഉഡായ്പിൻ്റെ ആശാന്മാരെന്ന് വേണമെങ്കിൽ പറയാം സാധനങ്ങളാട്ടാ. അപ്പോൾ ഇവന്മാരെ ഇങ്ങനെ വിട്ടുകൊടുത്താൽ പറ്റില്ല. ഇഷ്ടം പോലെ കംപ്ലൈൻറ്റ്സ് ആണ്. അപ്പോൾ ആരും ഇതുപോലെ ഇതിൽ എനിക്ക് തോന്നുന്നു 3% to 5% ആൾക്കാർ മാത്രമാണ് കൺസ്യൂമർ കോർട്ടിലോ അതുപോലെ തന്നെ അതിന് പിന്നാലെ പോകുന്നുള്ളൂ. ബാക്കി എല്ലാവരും അത് വിടുകയാണ്. അപ്പോൾ അതൊരു മാർക്ക് പൊരിഞ്ഞ ലാഭമാണ്. ഞാൻ ആക്ച്വലി ആമസോണിൻ്റെ അടുത്ത് പറയാമല്ലോ, ആമസോൺ ഫാർ ബെറ്റർ ആണ് എക്സ്പീരിയൻസിൽ. ഞാൻ ഇത്ര ഫുൾ ആമസോണിന് ഉപയോഗിക്കാറുള്ളൂ. ഇതുവരെയായിട്ട് ഞാൻ പെട്ടിട്ടില്ല. പക്ഷെ ഇതുപോലെ കുറച്ച് പേർക്കൊക്കെ പണി കിട്ടിയിട്ടൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും ഇവരെ വെച്ച് കമ്പയർ ചെയ്യുമ്പോണ്ടല്ലോ, ഇവന്മാർ ഇതിൻ്റെ എന്തൊരു ആ അറ്റത്ത് പോലും എത്തില്ല. അത്രയ്ക്കും കൂതറ സർവീസാണ് ഫ്ലിപ്കാർട്ട് തന്നോട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ കസ്റ്റമർ കെയറിന് സാധനം ഇല്ല, പേര് മാത്രമേ ഉള്ളൂ. അത്രയ്ക്കും വേസ്റ്റ് സാധനമാണ്. നിങ്ങൾ ഏത് പ്ലാറ്റ്ഫോമിൽ കയറി തപ്പിക്കഴിഞ്ഞാൽ തന്നെ ഫ്ലിപ്കാർട്ട് ഫ്രോഡ് എന്ന് അടിച്ചാൽ മതി. എന്താ പറയുക, പൂരപ്പറമ്പ് പിന്നെ അതിൻ്റെ കിട്ടുക. ട്വിറ്ററിലായിക്കോട്ടെ, ഇൻസ്റ്റാഗ്രാമിലായിക്കോട്ടെ, എവിടെ അടിച്ചാലും കിട്ടും. അപ്പോൾ കുറേ പേർക്ക് ഇതിൻ്റെ ഫ്ലിപ്കാർട്ട് കംപ്ലൈൻറ്റ് കാര്യമില്ല. കൺസ്യൂമർ കോർട്ടിലൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് അവർക്ക് അതിൻ്റെ ഇതൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഒരു പോളിസി എന്താ വെച്ചാൽ, ഞാൻ പറഞ്ഞില്ല, 3 to 5% മാത്രം അവർ കംപ്ലൈൻറ്റ് ചെയ്യുന്നതിന് പിന്നാലെ പോകുള്ളൂ. അതിൻ്റെ പേര് കേസും കാര്യങ്ങളൊക്കെ കൊടുക്കുള്ളൂ. അവർക്ക് അതിന് കോമ്പൻസേഷൻ കൊടുത്താൽ പോരെ. ബാക്കിയുള്ള 95% 90% ആൾക്കാർക്ക് ലാഭമാണ് അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവർ എല്ലാത്തിലും ഫ്രോഡ് ചെയ്യുന്നുണ്ട്. മാക് ബുക്ക്, ഇപ്പോൾ ഐഫോൺ, നമ്മുടെ ആപ്പിൾ പ്രൊഡക്ട്സിലുണ്ടല്ലോ ഇഷ്ടം പോലെ ഫ്രോഡുമാർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ വാച്ചുകൾ, കാസിയോണ്ട് G-Shock വാച്ചുകളൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് കൊടുത്തിട്ട് എന്ന് വെച്ചാൽ നോർമലി ആദ്യം വാങ്ങിക്കുന്നവർക്കൊന്നും അറിയില്ല. ഒടുക്കത്തെ ഡിസ്കൗണ്ടാണ് നമ്മുടെ ഫ്ലിപ്കാർട്ടിലൊക്കെ, ഈ G-Shockനും അതുപോലെ തന്നെ അതുപോലെ എല്ലാത്തിനും. ഇപ്പോൾ ആമസോണിൽ ഞാനൊരു പ്രൊഡക്റ്റ് നോക്കിയതാണ്, G-Shockൻ്റെ തന്നെ. G-Shockൻ്റെ ഒരു എന്താ പറയുക, മെജി സ്റ്റീൽ വാച്ചിൻ്റെ 25,000 രൂപയാണ് അതിൻ്റെ MRP. അപ്പോൾ ആമസോണിൽ ഒരു 23,500 ഒരു 1,500 രൂപയ്ക്ക് കുറഞ്ഞിട്ട് നോർമലി കാട്ടും. ഫ്ലിപ്കാർട്ടിൽ നോക്കിയപ്പോൾ ആ സാധനത്തിന് 15-13 രൂപയ്ക്കാണ്. അത്രയും ഡിഫറൻസ് ആണ്. ഉറപ്പാണ് ആ സാധനം. ഒന്നെങ്കിൽ അത് ഫസ്റ്റ് കോപ്പി സെക്കൻഡ് കോപ്പി ആയിരിക്കും. അത് സാധാരണക്കാർക്ക് മനസ്സിലാവില്ല. എന്ന് വെച്ചാൽ അത്രയ്ക്കും 99.9% എന്താ പറയുക, ഒറിജിനൽ പോലെയാണ് ഈ ഫസ്റ്റ് കോപ്പി സാധനങ്ങളൊക്കെ ഇപ്പോൾ ചൈനക്കാരിറക്കുന്നത്. അപ്പോൾ കണ്ടുപിടിക്കാൻ അത് പ്രത്യേകിച്ച് ആദ്യമായിട്ട് വാങ്ങിക്കുന്നൊന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല. പിന്നെ അവന്മാരിൽ സീരിയൽ നമ്പർ മിസ്മാച്ച് ആണെങ്കിൽ ഇപ്പോൾ കുറേ ഞാൻ ഇപ്പോൾ റീസെൻ്റ് പറഞ്ഞ വാങ്ങിച്ചിട്ട് ഞാൻ റിജക്ട് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. അവരെ ഒറിജിനൽ സാധനം തന്നെയാണ്, പക്ഷേ അവർ ബോക്സിൻ്റെ മുമ്പിലുള്ള സീരിയൽ നമ്പറും വാച്ചിൻ്റെ ബാക്കിലുള്ള സീരിയൽ നമ്പറും ഡിഫറൻ്റ് ആയിരിക്കും. അപ്പോൾ അതായത് വേറെ സാധനങ്ങളാണ്, ഡിഫറൻ്റ് ആണ്. എന്നിട്ട് അങ്ങനെ അതൊരു ഇങ്ങനെ ഉടായിപ്പോൾ സാധനങ്ങളാണ് ഈ വില കുറച്ച് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ആ സാധനം കണ്ടുപിടിച്ച് വരുമ്പോൾ പിന്നെ അവർ ഇത് മാച്ച് ആവുന്നില്ല, ഇട്ടെടുക്കില്ല. അപ്പോൾ അങ്ങനെ കുറച്ച് കുഴപ്പമാണ്. നമുക്ക് പിന്നെ വിൽക്കാനൊക്കെ ഇഷ്യൂ ആയിരിക്കും, അല്ലെങ്കിൽ വാറണ്ടി ക്ലെയിം ചെയ്യാൻ ഇഷ്യൂ ആയിരിക്കും. അപ്പോൾ അങ്ങനെ കുറച്ച് പ്രോബ്ലമൊക്കെ ഇതിൻ്റെ സൈഡിൽ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ ഫ്ലിപ്കാർട്ട് ഒന്ന് വാങ്ങിക്കുന്നവരൊന്ന് ശ്രദ്ധിക്കാൻ മറക്കണ്ട. അതുപോലെ തന്നെ പെട്ട് കിടക്കുന്ന ഒരാളാണെങ്കിൽ ഇതിൻ്റെ പിന്നാലെ പോയിട്ട് കേസും ഫയലൊക്കെ പോകാൻ ലീഗലി മൂവ് ചെയ്യാൻ നോക്കും. അവന്മാരെ ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല. അത്രയ്ക്ക് ഉടായ്പായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ സാധനം വാങ്ങിക്കാറില്ല. വാങ്ങിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് റിട്ടേണബിൾ ഐറ്റംസാണ് ഞാൻ വാങ്ങിക്കാറില്ല. ഫാഷൻ ഐറ്റംസോ ഡ്രസ്സോ ഷൂസോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാറുള്ളൂ. അല്ലാണ്ട് മരുന്ന ഈ എന്താ പറയുക, ഗാഡ്ജറ്റ്സ് ഇലക്ട്രോണിക് സാധനങ്ങൾ ഞാൻ ഏരിയയ്ക്ക് എടുക്കാറില്ല. അത്ര ഞാൻ 2-3 വട്ടം ഉമ്മാരെ ഉടായ്പ എനിക്ക് പെട്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ കുറേ പിന്നാലെ പോയിട്ട് അത് എനിക്ക് റീഫണ്ട് കിട്ടിയിട്ടുണ്ട്. അത് പക്ഷേ ചെറിയൊരു സ്പീക്കർ, ഇങ്ങനത്തെ ബ്ലൂടൂത്ത് സ്പീക്കറിൻ്റെ പോലെ സാധനങ്ങളായിരുന്നു. 2,000-2,500 സാധനങ്ങളായിരുന്നു. പക്ഷേ എനിക്ക് റീഫണ്ട് ലാസ്റ്റ് കിട്ടി. ഒരു മാസമൊക്കെ പെനാളടക്കേണ്ടി വന്നു. പക്ഷേ അതിനുശേഷം ഞാൻ പിന്നെ ഈ സാധനം ഏരിയയ്ക്ക് പോകാറില്ല. പറയുമ്പോൾ ചിലപ്പോൾ ഓഫറും 2,000-3,000 ഒക്കെ കൂടുതലായിരിക്കും. ഞാൻ ഇതിന് മുമ്പ് ഒരു സാംസങ് വാച്ച് 400 ഇട്ടുണ്ടായിരുന്നു. ഒരു 2,000 രൂപ കുറവ് ആമസോണായിട്ട് കണ്ടിട്ട് ഞാൻ അതിലേക്ക് പോയിട്ട് പണി കിട്ടി. എന്നിട്ട് സാംസങ്ങിൻ്റെ സർവീസ് ഉണ്ടെന്നാണ് അത് മാറ്റി തന്നത്. ഇവന്മാരൊരു മാങ്ങം ചെയ്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ പണ്ട് മുമ്പേ ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവന്മാർ പ്രത്യേകം സൂക്ഷിക്കാൻ പറയണ്ട. ഞാൻ പിന്നെ പറഞ്ഞു വന്നത്, ഓപ്പൺ ബോക്സ് ഡെലിവറിക്ക് ഒരു കുഴപ്പമുണ്ട്. നിങ്ങൾ ആദ്യം ഓപ്പൺ ബോക്സ് ഡെലിവറി ഓർഡർ ചെയ്യില്ലേ, അത് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ വേണ്ട
ഇപ്പോൾ എക്സാമ്പിളായിട്ട് നമ്മളൊരു ലാപ്ടോപ്പ് ഓർഡർ ചെയ്തു. അപ്പോൾ അത് വന്നേക്കുന്നത് ഇഷ്യൂ ആയിട്ടുള്ള എന്തെങ്കിലും ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങൾ അല്ലെങ്കിൽ യൂസ്ഡ് സാധനമായിരിക്കും വന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ റിജക്ട് ചെയ്തു. പിന്നെ പോയിട്ട് അത് റീപ്ലേസ്മെന്റ് ആയിക്കില്ലോ. ആ റീപ്ലേസ്മെന്റ് വരുന്ന സാധനം ഓപ്പൺ ബോക്സ് ആയിരിക്കില്ല, സാധാ ഡെലിവറി ആയിരിക്കും. നമ്മൾ പണ്ട് ഫ്ലിപ്കാർട്ട് കൊണ്ടുവന്ന സംഭവമില്ലേ, അപ്പോൾ അതിൽ വരുന്ന സാധനം ഡ്യൂപ്ലിക്കേറ്റ് ആണ്, നിങ്ങൾ പെട്ടു. പ്രത്യേകിച്ച് നോൺ റിട്ടേണുള്ള ഐറ്റമൊക്കെ ആണെങ്കിൽ, ഇപ്പോൾ ലാപ്ടോപ്പ് ഫോണൊക്കെ ആണെങ്കിൽ പെട്ടു നിങ്ങൾ. അങ്ങനത്തെ ഇഷ്ടമുള്ള ആൾക്കാർ സംഭവം ഉണ്ടായിട്ട് ജസ്റ്റ് ട്വിറ്ററിൽ ഒരു ചെക്ക് ചെയ്താൽ മതി. ഞാൻ ചുമ്മാ പറയുന്നല്ല, ജസ്റ്റ് ട്വിറ്ററിൽ കയറിട്ടോ ഏതെങ്കിലും സോഷ്യൽ മീഡിയ കയറി ചെക്ക് ചെയ്താൽ മതി, ഇഷ്ടംപോലെ കിട്ടും. അപ്പോൾ അതൊന്നും സൂക്ഷിക്കാൻ മറക്കണ്ടെന്ന് വെച്ചാൽ ഇപ്പോൾ ആൾക്കാർ ഈ ഓപ്പൺ ബോക്സ് ഡെലിവറി വെച്ചിട്ട് വലിയ കുഴപ്പമില്ല എന്ന് പേടിച്ചിട്ട് നമുക്ക് ചെക്ക് ചെയ്തിട്ട് മാത്രം അല്ലെങ്കിൽ ഒന്ന് OTP കൊടുക്കാണ്ടിരുന്നാൽ പോരെ, അങ്ങനെ മതി എന്ന് വെച്ചിട്ട് കുറേ പേര് ഇത് ഓപ്പൺ ബോക്സ് ഡെലിവറിയിൽ സാധനങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ഇങ്ങനത്തെ ഒരു പരിപാടികളും ഉണ്ട്. അപ്പോൾ ശ്രദ്ധിക്കാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇതൊന്ന് എന്താ പറയുക, ഒരു ബിവർ വീഡിയോ പോലെ ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ. എന്ന് വെച്ചാൽ ഇത് കുറേ പേര് ചെയ്യുന്നുണ്ട് ഫ്ലിപ്കാർട്ടിനെതിരെ. എന്ന് വെച്ചാൽ കുറേ പേര് അവർക്ക് തന്നെ മണി കിട്ടുമ്പോഴാണ് ചെയ്യുന്നത്. ഇപ്പം ഈ പ്രാവശ്യം നമ്മൾ ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ ഇതുപോലെ കുറേ ഞാൻ ഇപ്പോൾ ഇങ്ങനത്തെ ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനത്തെ ഒരു വീഡിയോ ഞാൻ കണ്ടു. അപ്പോൾ അതിൻ്റെ പിന്നാലെ ഞാൻ ചുമ്മാ സോഷ്യൽ മീഡിയ സംഭവത്തിനൊന്ന് ചെക്കി പറയും നോക്കിയപ്പോഴാണ് ഇങ്ങനത്തെ സംഭവങ്ങൾ കാണുന്നത്. ഈ ഓപ്പൺ ബോക്സ് ഡെലിവറിയുടെ പിന്നിലും ഇതിൻ്റെ ഇടയിൽ വേറെ ഉമ്മാരുടെ സ്കാം നടക്കുന്നുണ്ട്. അപ്പോൾ ഓപ്പൺ ബോക്സ് ഡെലിവറി എന്ന് പറയുമ്പോൾ സ്കാം നടത്താണ്ടിരിക്കാനും വേണ്ടിയിട്ടെന്ന് പറഞ്ഞിട്ടാണല്ലോ ഉമ്മാർ കൊണ്ടുവന്നത്. അപ്പോൾ അതിൻ്റെ പിന്നിൽ അതിനായിട്ട് വലിയ ഉടായ്പ നടക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് സൂക്ഷിക്കാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ ലാപ്ടോപ്പ് സംഭവമൊക്കെ ഓർഡർ ചെയ്യുമ്പോൾ ഒന്ന് സൂക്ഷിച്ചോ, അല്ലെങ്കിൽ പണി കിട്ടാൻ വഴി അറിയില്ല, അല്ലെങ്കിൽ കാശ് പോകണ വഴി അറിയില്ല. അപ്പോൾ എന്തായാലും നമുക്ക് അതിൻ്റെ പേര് നമ്മുടെ 2 ചാനൽസ് കാണാതെ പോയി കണ്ടുവെക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, മനസ്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. എന്തെങ്കിലും സംശയം കാരണം എൻ്റെ കമൻറ്റ് ചെയ്താൽ മതി, നമ്മളെല്ലാ കമൻറ്റ് പോകുന്നതാണ്. അതുപോലെ നമ്മുടെ 3ാമത്തെ ചാനൽ കാണാതെ പോയി കണ്ടുവെക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ഇതാണിത് സോറി. അപ്പോൾ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക മറക്കണ്ട കേട്ടോ, ഡിസ്ക്രിപ്ഷനിൽ ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാറാണെങ്കിൽ എൻ്റെ പേര് അജയ്, ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റ് ആണ്. നമ്മുടെ ടെക്കിലും ഫിനാൻസിലും എക്സ്പീരിയൻസ് ആണ്, ക്വാളിഫയർ ആണ്. അടുത്ത വീഡിയോ കാണാം.